ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് നല്ല ഉണക്കത്തേങ്ങയാണ് ഇടുന്നത്. തേങ്ങാപ്പൂളിട്ട ബീഫ് കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം. പിന്നീട് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് വെക്കുന്ന ബീഫിന് പ്രത്യേക ഒരു രുചി തന്നെയാണ്. ചെറിയുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ബീഫ് മസാല എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് വഴറ്റി എടുത്തതിന് ശേഷം ഞാൻ കുക്കറിലിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫ് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. വെന്ത് വന്ന ബീഫിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് കറി വെന്ത് നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.